ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിനാകെ ദേഷ്യം വന്നിരിക്കട്ടെ. ശ്രുതിയാണെങ്കിൽ ദോശയും ചമ്മന്തിയും സാമ്പാർ കൂട്ടി വെട്ടി വീഴും കാണാൻ അശ്വിൻ പറയുന്നുണ്ട്. അവർ കേൾക്കാണ്ട്, അപ്പോൾ നീ എന്നെ പറ്റിച്ചാണല്ലേ, നീ എന്നെ ചതിച്ചതാണല്ലേ, ഡീസൽ വണ്ടിയിലെല്ലാം മൂറ്റിയെടുത്തിട്ട് വഴി കിടത്തി നീയല്ലേ എന്ന് പറയുമ്പോൾ, സർ എന്നോട് ക്ഷമിക്കണം, ഞാനത് സാറും ലാവണ്യ മേഡം കുറച്ച് റൊമാൻറ്റിക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. നീ എന്താണ് വിചാരിച്ചത് എൻ്റെ ലാവണ്യ ഹണിമൂൺ ട്രിപ്പാണിതെന്നോ? നീ കാരണം എത്ര ലക്ഷം രൂപയുടെയാണ് നഷ്ടമാണ് എനിക്കുണ്ടായെന്ന് അറിയാവോ നിനക്ക്? ഇതിനെയൊക്കെ നീ അനുഭവിക്കും ശ്രുതികുമാരി ലക്ഷ്മി, ഞാനാണ് ഈ പറയണത് എന്ന് പറയുക കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആശം പേഴ്സ് തന്നിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് ശ്രുതിയുടെ മുമ്പിലേക്ക് വെക്കണമെന്നേ. പൈസ ഉണ്ട്, നീ ബസ്സിനോ ടാക്സി പിടിച്ചിട്ടോ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയിക്കോ, എനിക്കറിയേണ്ട കാര്യമില്ല. നീ തമ്മിലുള്ള എല്ലാ ഉടമ്പടി എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. നീ ഇനി എൻ്റെ ജീവിതത്തിൽ നിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ദേഷ്യത്തോടു കൂടി തന്നെ പോകാൻ പോകുമ്പോഴേക്കും ആ ചേച്ചിയും ചേട്ടനും വരുന്നുട്ടോ. എല്ലാം അവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞിട്ട്, സർ അവർ ശ്രദ്ധിക്കുന്നുണ്ട് സർ, ശ്രദ്ധിക്കണമെങ്കിൽ ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകണം. ആ സമയത്ത് നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ആ ചേട്ടനും ചേച്ചി ചോദിക്കേണ്ട ശ്രുതിയുടെ അടുത്ത്, എന്താ മോളെ, എന്താ പ്രശ്നം, മോൻ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് പറയുവാണ്. അതെ ചേട്ടാ, വേറൊന്നുമല്ല, ഇവിടുത്തെ ദോശയും സാമ്പാറും ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് ആകുമ്പോൾ ആൾക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് ചൂടായത്. അതിനിവിടുത്തെ ദോശ സാമ്പാറും തൻ്റെ ചേട്ടൻ കഴിച്ചു പോലും നോക്കിയില്ലല്ലോ. കഴിച്ചു നോക്കാം, അതൊരു ഫുഡ് നല്ലതാണോ ചെയ്താന്ന് എങ്ങനെയാണ് പറഞ്ഞത്, ഇവിടെ നിങ്ങളെ നല്ല ഫുഡ് മാത്രമേ വിളമ്പാറുള്ളൂ എന്ന് പറയണം. അപ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ട്, മനുഷ്യ നിങ്ങൾ വെറുതെ ഇരിക്കുക, ഇപ്പം അതല്ലല്ലോ പ്രശ്നം, മോള് ഉപേക്ഷിച്ച് മോൻ പോയില്ലേ, അതല്ലേ അവരൊന്നാക്കണ്ടേ? അതെ അതെ, ഞങ്ങൾ സംസാരിക്കാം, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങളെന്തായാലും ഒന്നാവാൻ വേണ്ടി തീരുമാനിച്ചതല്ലേ, അതെന്തായാലും ദൈവമായിട്ട് തന്നെ ഒന്നാക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനും ചേച്ചി അശ്വിൻ്റെ പുറകിൽ ഓടിപ്പോയിട്ട്, മോനെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ കാര്യം ചോദിക്കുമ്പോൾ, മോൻ ഇങ്ങനെ പോയാലോ എന്ന് പറയുകയാണ്. നോക്ക്, മോനെ വിശ്വസിച്ച് വന്ന പെൺകുട്ടിയല്ലേ അത് എന്ന് പറയുകയാണത്. മോള് ഭയങ്കര വിഷമത്തിലാണ്, ഇങ്ങനെ പോവല്ലേ, ഇവിടുത്തെ ദോശ സാമ്പാറോ മോന് ഇഷ്ടമായില്ലെങ്കിൽ അതിനെ പിണങ്ങിയാണോ പോകേണ്ടത്? ചേട്ടൻ എന്തൊക്കെയാണ് പറയണത്? അതെ, എനിക്ക് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, മോൻ ഇങ്ങനെ പോവല്ലേ, ആ പെൺകുട്ടി വല്ലാത്ത വിഷമത്തിലാണ്, മോൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനും ചേച്ചിയും കൂടി അശ്വിൻ്റെ കൈ പിടിച്ച് ശ്രുതിയുടെ അടുത്തേക്ക് പോകുവാട്ടോ. അതിനുശേഷം ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, മോൻ്റെ പിണക്കമൊക്കെ മാറണം കേട്ടോ, നിങ്ങൾ നല്ല കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ പോണതല്ലേ, ഈ ചേച്ചിക്കും ചേട്ടനും ഭയങ്കര സന്തോഷം എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ചേട്ടൻ പറയണ്ടേ, മോനെ ഒരു നല്ല സ്ട്രോങ് ചായ എടുക്കട്ടെ ചേട്ടൻ? ശരി എന്ന് അശ്വിൻ പറയാണ്. അങ്ങനെ ആ ചേട്ടനെ ചേച്ചി ചായ എടുക്കാൻ പോണ സമയത്ത് അശ്വിൻ ദേഷ്യത്തോടു കൂടി തന്നെ ശ്രുതിയെ നോക്കുക കേട്ടോ. സോറി, അങ്ങനെ പറയേണ്ടി വന്നു എന്നിങ്ങനെ പറയുവാണ്. അശ്വിനാകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയത്ത് പറഞ്ഞിട്ട്, നീ കാണിച്ച അഭിനയത്തിനും ഇത് എന്നെ കാണിച്ച് തോൽപ്പിക്കാൻ വേണ്ടി നോക്കിയില്ലേ, ഇതിനൊക്കെ നീ അനുഭവിക്കോടി, നിനക്ക് ഇതിനകത്ത് തിരിച്ചടി കിട്ടാൻ പോണത് നിനക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും, ഞാൻ നിന്റെ ചേട്ടനല്ലേ എന്ന് പറയുമ്പോൾ, ഇയാൾക്കിതെന്ത് പറ്റി എന്ന് ശ്രുതി വിചാരിക്കും കേട്ടോ. അതിനുശേഷം ആ കടയിലെ ചേട്ടൻ ചായയായിട്ട് ശ്രുതിക്കും അശ്വിനും വരുവാണ്. ഇന്ന് ഈ ചായ രണ്ടുപേരും കുടിച്ച് എൻ്റെ പിണക്കമൊക്കെ മാറ്റിക്കേ. ആ സമയത്ത് അശ്വിൻ പറഞ്ഞ, പിണക്കമൊന്നുമില്ല ചേട്ടാ, അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ ശരിയാ, എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളല്ലേ ഇവളെ എന്നെ ഒരിക്കലും കൈവിടില്ല അല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ ചേർത്ത് പിടിക്കുക. ഇതെന്തോ ഓന്തോ എന്ന് ശ്രുതി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ വേറൊരു ചെക്കനും പെണ്ണും കൂടി ഉണ്ട് കേട്ടോ. അവർ പറയണ്ടേ, എന്തായാലും നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയല്ലോ, ആ സ്ഥിതിക്ക് ഞങ്ങളുടെ വക ഒരു പൂമാല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. അശ്വിൻ ചിരിച്ചുകൊണ്ട് അവരുടെ മുമ്പിലൊക്കെ നിൽക്കുന്നു കേട്ടോ. നിന്നെ കാണിച്ചു തരാടി ശ്രുതി എന്ന രീതിയിൽ ശ്രുതിനെ നോക്കണമുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ചേട്ടൻ്റെ അടുത്ത് പറയേണ്ട അശ്വിൻ, അതെ എന്തായാലും ഇന്ന് ഞങ്ങൾ പോകുന്നില്ല, ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളോട് തങ്ങിക്കോട്ടെ, അതിനെന്താ നിങ്ങളോട് തങ്ങണില്ല, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് മുറി തന്നെ മോനും മോൾക്ക് വേണ്ടി ഞങ്ങൾ തരും എന്ന് പറയാണ്. എന്തായാലും നിങ്ങളായിട്ട് ഞങ്ങളുടെ കല്യാണം നടത്തിയെന്ന് പ്രഖ്യാപിച്ചു, അപ്പം ഞങ്ങളുടെ ആദ്യ രാത്രിയും കൂടി ഇവിടെ നടത്തിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും, അതിനെന്താ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോണ ആൾക്കാരാ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ കല്യാണം ഓൾറെഡി ദൈവങ്ങളും ഞങ്ങളുമായിട്ടോ എല്ലാവരുമായിട്ടൊക്കെ ഞങ്ങൾ മംഗളമായിട്ട് നടത്തി അങ്ങോട്ട് വിചാരിച്ചു എന്ന് പറയാണ്. എങ്കിൽ ഞങ്ങളുടെ ആദ്യ രാത്രി അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും പിണക്കം മാറിയ ദിവസം എല്ലാം ഇവിടെ വെച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു, എല്ലേ ശ്രുതി എന്ന് പറഞ്ഞിട്ട്, എല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പൊക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കറക്കുവാണ്. സാർ എന്ത് കാണിക്കണ, നിലത്തിറക്ക്, നീ കാണാൻ പോകുന്നേ ഉള്ളൂ ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അശ്വിനെ ഇങ്ങനെ ശ്രുതിനെ ഇങ്ങനെ വട്ടം ഇങ്ങനെ കറക്കുക കേട്ടോ. അത് കാണുമ്പോൾ ചേട്ടനും ചേച്ചിക്ക് അവിടെ നിന്ന് ആ ചെക്കനും പെണ്ണൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവരങ്ങനെ കൈയടിച്ച് പാസ്സാക്കുക കേട്ടോ. അങ്ങനെ അശ്വിൻ ശ്രുതിനെ പൊക്കിയെടുത്തിട്ട് അവരുടെ മുമ്പിൽ തന്നെ പൊക്കിയെടുത്തിട്ട് ആ റൂമിലേക്ക് പോകുകയാണ്. ശ്രുതിനെ കട്ടിലേക്ക്, നല്ല റൂമാണ് കേട്ടോ, കട്ടിലേക്ക് ഇങ്ങനെ ഇടുവാണ്.
അതിന് ശ്രുതി അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയല്ലേ സാർ എന്തേ കാണിക്കുന്നത്, അങ്ങനെയല്ലേ നീ പറഞ്ഞത് അവരോട്, നീ നിന്റെ ചേട്ടനാണ് സർ അങ്ങനെ പറഞ്ഞു പോയി, നീ അതിനെ അനുഭവിക്കും, ഞങ്ങളുടെ ആദ്യ രാത്രിയായെന്ന് കേട്ടോ എന്ന് പറയാണ്. നീ നോക്കിക്കോടി, നിന്നെ ഞാൻ എന്താ ചെയ്യാമോ എന്ന് നോക്കിക്കേ, നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളാം, എൻ്റെ കൺമുമ്പിൽ കണ്ടുപോയത് കേട്ടോടി, എഴുന്നേറ്റ് പോടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അതിനുശേഷം മാല കഴുത്തി നോട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, ഞാനിപ്പോൾ കിടന്നുറങ്ങാൻ പോവാ, എഴുന്നേറ്റ് കഴിയുമ്പോൾ നിന്നിവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക കേട്ടോ അശ്വിൻ. അതേസമയം നമ്മുടെ മനോരമയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അഞ്ജലി വരുന്നുണ്ട്, എന്തിനാ ആൻറ്റി ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്നാലും എൻ്റെ ആകാശ് മോൻ പറഞ്ഞത് നീ കേട്ടില്ലേ, കീറസാരിക്കയുടെ ചേച്ചി എൻ്റെ മോനെ കൈവശം കൊടുത്തു, അങ്ങനെ എൻ്റെ മോനെ പ്രണയത്തിൽ വീഴ്ത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. ആൻറ്റി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആൻറ്റിയുടെ മോഹനകളുടെ വിവാഹം പ്രണയ വിവാഹമായിരുന്നില്ലേ? അതേ, മോഹനേട്ടൻ്റെ സൗന്ദര്യത്തിൽ വീണു പോയതല്ലേ? ശരി, അന്ന് നിങ്ങൾ കല്യാണം കഴിച്ചു, ആ സമയത്ത് മുത്തശ്ശി ഇതുപോലെ പറഞ്ഞെങ്കിൽ ആൻറ്റി എന്ത് ചെയ്താന്? എൻ്റെ മോൻ ആരും പ്രണയിച്ചൂടാ, അങ്ങനെ കല്യാണം കഴിച്ചുകൂടാ, എൻ്റെ മോനെ വലിയ പണക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാവൂ, ഞാൻ പറഞ്ഞ പെണ്ണിനെ കൊണ്ട് കെട്ടാവൂ എന്നൊക്കെ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്താന്? അത് അഞ്ജലി മോളെ നോക്ക് ആൻറ്റി, കാലം മാറി, പിള്ളേരുടെ ഇഷ്ടം അതാണ് നോക്കേണ്ടത്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അടുത്ത് പോവാണ്. ഇവളെന്താ ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവരുടെ മനസ്സിൽ ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ എൻ്റെ മോനെ പറ്റിച്ചു, എൻ്റെ ബേബി ദിസ് ഇസ് ടു മച്ച് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനോരമ. അതേസമയം ശ്യാമാണെങ്കിൽ അഞ്ജലിനെ ഫോൺ വിളിക്കുകയാണ്. അഞ്ജലി ബേബി, നിന്റെ കണ്ണെന്നറിയാൻ ഞാൻ സമ്മതിക്കോ? നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യില്ലേ? ഞാൻ പെട്ടെന്ന് അടുത്ത് വരില്ലേ? നിന്റെ കണ്ണീര് തുടച്ചു തരില്ലേ? എൻ്റെ അഞ്ജലി ബേബിയല്ലേ എനിക്ക് ഏറ്റവും വലുത്, എൻ്റെ രാജകുമാരി അല്ലേ എന്നൊക്കെ പാട്ട് പുഞ്ഞരിപ്പിച്ചുകൊണ്ട് എന്നിട്ട് ഫോൺ വെച്ച് കഴിയുമ്പോഴേക്ക് പുറകെ തിരിഞ്ഞ് നോക്കുമ്പോഴേട്ടോ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ നിൽക്കുന്നത്. ആ സമയത്ത് ശ്യാമിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്കിൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ പാട്ട് ഒരു ചമ്മിയ പോലത്തെ ഒരു ചിരി ചിരിക്കുക കേട്ടോ. അതേസമയം നമ്മുടെ അശ്വിൻ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ശ്രുതിനെ നോക്കുമ്പോൾ ശ്രുതിനെ അവിടെ ഇവിടെ കാണുന്നില്ല കേട്ടോ. ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒന്നും തന്നെ ശ്രുതിയില്ല. പെട്ടെന്ന് അശ്വിൻ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോഴേക്കും അപ്പുറത്തെ റൂമിലെ മൂലക്ക് കുത്തിയിരിക്കുകയാട്ടോ ശ്രുതി ബോധമില്ലാത്ത പോലെ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിറയ്ക്കണമുണ്ട്. ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് പോവാം. ശ്രുതി എന്ന് പോകുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ വല്ലാത്ത പോലെ അവിടെ കണ്ണുപോലും ശരിക്കും തുറക്കാൻ പറ്റുന്നില്ല. അശ്വിനെ കാര്യം മനസ്സിലായി, ശ്രുതിക്ക് എന്തോ ഒരു വിഷമോ എന്തോ ഒരു ആരോഗ്യ പ്രശ്നമോ ഉണ്ടെന്ന്. അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് പോവുകയാണ്. അതിനുശേഷം പതുക്കെ കൈ വെച്ച് തൊടണോ വേണ്ടിയോ എന്നുള്ള ഡൗട്ടിൽ പതുക്കെ കൈ വെച്ച് നെറ്റിൽ വെച്ച് നോക്കുമ്പോഴേക്കും പൊള്ളണ പോലത്തെ ചൂട്. അയ്യോ ശ്രുതി, ഭയങ്കര ചൂടാണല്ലോ. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തല കറങ്ങി വീഴും. അശ്വിൻ ഇങ്ങനെ പിടിച്ച് ഇളക്കും കേട്ടോ. അപ്പോൾ ശ്രുതി ഇരുന്ന് ഇരിപ്പിൽ പെട്ടെന്ന് വീഴുവാണ്. അയ്യോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് കോരി എടുക്കുകയാണ് ശ്രുതിനെ. അതിനുശേഷം അശ്വിന് വല്ലാത്ത വിഷമം തോന്നുക കേട്ടോ. അശ്വിൻ പെട്ടെന്ന് തന്നെ താൻ കിടന്ന കട്ടിലേക്ക് ശ്രുതിനെ കിടത്തുവാണ്. അതിനുശേഷം പുതപ്പ് വെച്ച് പുതയ്ക്കുവാണ്. ശ്രുതിയുടെ മുഖത്ത് നോക്കുമ്പോൾ അശ്വിൻ വല്ലാത്ത വിഷമം തോന്നുവാണ്. അശ്വിൻ ശ്രുതിയുടെ തലയിലേക്ക് തലോടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി ആകെ പനിച്ച് വിറച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ. അവരങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.